ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ ഒരു ന്യൂസ് ഭയങ്കര സ്പ്രെഡായി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണെങ്കിൽ മെയിനായിട്ടുണ്ടെങ്കിൽ രേണുവിനുണ്ടെങ്കിൽ ക്യാൻസർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരമൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. രേണു അല്ല ഇത് തുറന്നു പറഞ്ഞേക്കുന്നത്. ഇതാണ് അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലാണ് ഇത് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇത് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇത് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് രേണുവിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഈ കേട്ടതല്ല സത്യമാണോ എന്തോ കാരണമെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മറുപടി എന്നുള്ള രീതിയിൽ രേണു ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ആ സമയത്താണ് ഇത് കണക്കുണ്ടെങ്കിൽ രേണുവിൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പോയി ഇത് കണക്ക് ചോദിക്കാമെന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ട്. ആ കൂട്ടുകാരിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തുള്ള ഒരു കുഴപ്പമില്ല, ആൾക്കാർ ചുമ്മാ പറയുന്നതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൂട്ടുകാരി പറഞ്ഞത് 100% വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കൂട്ടുകാരി അടുത്ത് പറയാതെ ഇരിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരി അറിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകണ്ട എന്നൊരു കാരണം കൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാതെ ഇരിക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഈ ന്യൂസ് ഉണ്ടെങ്കിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടെങ്കിൽ രേണു എന്തെങ്കിലും മറുപടിയായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. അതല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും ഇതുവരെ രേണു ഒരു മറുപടിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.